ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ കഴിഞ്ഞ തവണത്തെ നിയമന നില എത്രയാണ്, കഴിഞ്ഞ തവണ എത്ര മാർക്ക് കിട്ടിയവരൊക്കെയാണ് മുന്നിൽ വന്നത്, അവർക്ക് ടെസ്റ്റിന് എത്ര മാർക്ക് കിട്ടി, ഇൻ്റർവ്യൂവിന് എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് അന്നത്തെ നോട്ടിഫിക്കേഷനാണ്. ഈ തവണത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ അന്നത്തെ നോട്ടിഫിക്കേഷനാണ് 403/2010. ഇവിടെ കാണുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന് ഈ തവണ വന്നു. ഓക്കെ, ഇനി സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 9,190 മുതൽ 15,510 വരെയാണ്. ആ നമ്പർ ഓഫ് വേക്കൻസീസ് 5 ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ 5 വേക്കൻസീസ് ആണ് പറഞ്ഞിരുന്നെങ്കിലും ഒരുപാട് പേർക്ക് നിയമനം ലഭിക്കുകയുണ്ടായി. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ പറയുന്നത് ഇത് ഷോർട്ട് ലിസ്റ്റാണ്, അന്ന് വന്ന ഷോർട്ട് ലിസ്റ്റാണ്. ഇപ്പോൾ ഇത്രയും പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരു ഷോർട്ട് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് ഷോർട്ട് ലിസ്റ്റാണ്, മെയിൻ ലിസ്റ്റ് ഇതും ആണ്. ഈ റാങ്ക് ലിസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് റാങ്ക് ലിസ്റ്റ്, അന്നത്തെ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഡസ്ട്രി എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റാണിത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മെയിൻ ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കിൽ വന്നിരിക്കുന്ന ആൾക്ക് ടെസ്റ്റിന് 64 മാർക്കും അതുപോലെ ഇൻ്റർവ്യൂവിന് 12 മാർക്കും ടോട്ടൽ മാർക്ക് 76 ആണല്ലേ. അപ്പോൾ അതുപോലെ അടുത്ത ആൾക്ക് കിട്ടിയിരിക്കുന്ന 59 മാർക്സ് ആണ്, ഇൻ്റർവ്യൂവിന് 12 മാർക്സ്, അങ്ങനെ 71. അപ്പോൾ അങ്ങനെ മാർക്സ് വേരിയേഷൻസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു 64, 59 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ടോപ്പിലുള്ളവർക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ മെയിൻ ലിസ്റ്റിൻ്റെ തന്നെ ഇതിൻ്റെ ഒരുപാട് പേർക്ക് 45, 46 അങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ആൾക്ക് 45 മാർക്സ് ആണല്ലേ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് 45, 47 അങ്ങനെ 44 മാർക്സ് ഒക്കെയാണ് ഏറ്റവും കുറവായിട്ട് വന്നിരിക്കുന്നത്. 44 ആണെന്ന് തോന്നുന്നു കട്ട് ഓഫ്. അപ്പോൾ 44 കട്ട് ഓഫ് ആണ്. ദെൻ റിസർവേഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണിത് എഴുതിയിരിക്കുന്നത്. ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെങ്കിൽ 43 ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. 43, 33 അങ്ങനെ പല പല ഓരോ കാറ്റഗറിക്കും ഇത്ര മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്. അപ്പം അങ്ങനെ വന്നു. ഇനി ഈ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഇത് വേറൊരു പോസ്റ്റ് നടന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടന്നിരുന്നു. അതിൻ്റെ സാലറി സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇത് 2011 വന്ന കാറ്റഗറിയാണ്. ഇതിന് നോക്കൂ, 18,740 രൂപ, 33,680 രൂപ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം എന്താണ്, ഈ ഒരു സാലറി സ്കെയിലാണ് ലേറ്റസ്റ്റ് വരുന്നത്, മറ്റേത് പ്രീവിയസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും സാലറി സ്കെയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. സോ ഇതിലും SC/ST വിഭാഗക്കാരിൽ മാത്രം നടത്തിയ എക്സാമിൽ ഇവിടെ കാണാം 42 മാർക്കായിരുന്നു ടെസ്റ്റിന് ആദ്യം കിട്ടിയത്, ആൻഡ് ടോട്ടൽ മാർക്ക് 53. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാർക്സിൻ്റെ ഐഡിയ ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ കഴിഞ്ഞ തവണത്തെ സിലബസ് പറഞ്ഞു, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക് ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ ആൻഡ് മെക്കാനിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ തവണ മെക്കാനിക്സ് ഒഴിവാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ കാണാനാവും നിങ്ങൾക്ക് ഇവിടെ. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സോൾവ് ചെയ്ത് അടുത്തതിൽ ചെയ്യുന്നതായിരിക്കും, ബ്ലോഗിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് അന്നത്തെ എക്സാം കലണ്ടറാണ്. ഇതനുസരിച്ച് നമുക്ക് കാണാം സിലബസ്. പാർട്ട് 1 ബേസിക് സിവിൽ, പാർട്ട് 2 ബേസിക് മെക്കാനിക്കൽ, ബേസിക് ഇലക്ട്രിക്കൽ, ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അന്നത്തെ എക്സാമിൻ്റെ. പക്ഷേ നമുക്ക് ഈ തവണയാവുമ്പോൾ ജി കെ ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഒക്കെ ഇവിടെ പണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് 10,462 പേരാണ് ഇതിന് അപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തുള്ള വീഡിയോയിൽ ഇതിൻ്റെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബാക്കി ടെക്നിക്കൽ എക്സാംസിൽ നിന്ന് എടുത്തിട്ടുള്ള ചെയ്യാവുന്നതാണ്. സോ പ്രിപ്പയർ ചെയ്യുന്നവർ എപ്പോഴും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സുകൾ, മെയിനായിട്ടും ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സുകളാണ് പഠിക്കേണ്ടത്. ബേസിക്കിൻ്റെ എല്ലാ ടെക്സ്റ്റുകളും നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാം, അല്ലെങ്കിൽ റാങ്ക് ഫയൽ തന്നെ ഉണ്ട്, ഇലക്ട്രോൺകാർ ഇറക്കുന്ന റാങ്ക് ഫയൽ ഉണ്ട്. ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. അപ്പോൾ അത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി വാങ്ങാവുന്നതാണ്, ആമസോണിൽ നിന്ന് വാങ്ങാവുന്നതാണ്. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. താങ്ക് യു സോ മച്ച്.